2025 ആരംഭം മുതൽ തന്നെ കേരളത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ഘോഷയാത്ര നടക്കുകയാണ്. വർഷങ്ങളായി ജയിലറയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് കിടന്നൊരു മനുഷ്യൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും കാലങ്ങളായി ഉള്ളിൽ കരുതി വെച്ചിരുന്ന പകയുടെ കനൽ ഊതി കത്തിച്ചുകൊണ്ട് ഒരു മകനെയും അമ്മയെയും നിമിഷ നേരം കൊണ്ട് വെട്ടിക്കൊന്ന് അവസാനിപ്പിക്കുന്നു. 16 വയസ്സുകാരി 12 വയസ്സുകാരനാൽ ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു. 2.5 വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുരുന്നു കുഞ്ഞിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു. സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായി അനിയത്തി ഒളിച്ചോടുന്നു. ജന്മം നൽകിയ അച്ഛനെ സ്വന്തം അമ്മയുടെ മുൻപിലിട്ട് കുത്തിയും വെട്ടിയും കഴുത്തറുത്തും ഒരു മകൻ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ദാരുണമായ സംഭവങ്ങൾ ഓരോന്ന് കേട്ട് ഞെട്ടി അവസാനം ഇപ്പോൾ മലയാളിക്ക് ഞെട്ടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോലും എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ നിന്നും ദാരുണമായ മറ്റൊരു കൊലപാതകത്തിന്റെ കഥ കൂടി പുറത്തു വരികയാണ്. അമ്മയുടെ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ചു കൊന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംശയമാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന സ്ഥലത്ത് കല്ലുപുരയ്ക്കൽ ദിനേശൻ എന്നയാളാണ് ഷോക്കേറ്റ് മരിച്ചത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഷോക്കേറ്റ് വയലിൽ മരിച്ചു കിടക്കുന്ന ദിനേശനെ നാട്ടുകാർ കാണുകയാണ്. മരണപ്പെട്ട ദിനേശനെ കുറിച്ച് നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും നല്ലത് മാത്രമേ പറയുവാനുള്ളൂ. വളരെ പരോപകാരിയായിരുന്ന ഒരു മനുഷ്യൻ. ആർക്കെന്താവശ്യമുണ്ടെങ്കിലും അവിടെയൊക്കെ ആദ്യം ഓടിയെത്തുന്ന വ്യക്തി ദിനേശനായിരുന്നു അത്രേ. വിവാഹമാകട്ടെ മരണമാകട്ടെ നാട്ടിലുള്ള എല്ലാ ചടങ്ങുകൾക്കും ദിനേശന്റെ നിറസാന്നിധ്യം എപ്പോഴും ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായങ്ങളാണ്. മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച് പലപ്പോഴും അദ്ദേഹം വഴിയിലൊക്കെ കിടക്കുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. സാധാരണ മദ്യപിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ കുറച്ചു സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്നാൽ ദിനേശൻ ഈ കിടപ്പ് ഏകദേശം 1 ദിവസത്തോളം കിടന്നു. ഒടുവിൽ ജനങ്ങൾക്ക് സംശയം തോന്നി അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ട് കിടക്കുകയാണെന്ന വിവരം അറിയുന്നത്. തുടർന്ന് സമീപവാസികൾ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് വന്നിട്ട് ദിനേശന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിധേയമാക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ജനം അറിയുന്നത് ദിനേശൻ മരണപ്പെട്ടത് മദ്യപാന നിമിത്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിലോ മരണപ്പെട്ടതല്ല. അദ്ദേഹം വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചത് എന്നുള്ളത്. അത് കൂടുതൽ സംശയത്തിനിടയാക്കി. കാരണം ദിനേശൻ മരണപ്പെട്ട് കിടന്ന സ്ഥലത്ത് വൈദ്യുതാഘാതം ഏൽക്കുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. അവിടെ കൂടി കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വൈദ്യുതി കൊണ്ടുപോകുവാനുള്ള യാതൊരു സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അയാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് എന്നുള്ള പോലീസിന്റെ അന്വേഷണം ഒടുവിൽ ചെന്നു നിന്നത് തൊട്ടയൽവാസിയായ കിരണിലേക്കായിരുന്നു. കിരണിലേക്ക് പോലീസിന്റെ അന്വേഷണം ചെന്നെത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു എന്നുള്ളതിനാലാണ്. ചുറ്റുപാടുകളിലുമുള്ള സംശയം തോന്നിയ പല ആൾക്കാരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ കിരണിനെയും ചോദ്യം ചെയ്തു. പക്ഷേ വളരെ വിദഗ്ധമായ രീതിയിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം കിരൺ മറുപടി പറയുകയും ഒഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ തൊട്ടയൽവാസിയായ കിരണിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പോലീസ് നടത്തിയ വിദഗ്ധമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കിരണിന് കീഴടങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ വന്നു. ഒടുവിൽ കൊല ചെയ്തത് താനാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു. കിരൺ പോലീസിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: തന്റെ അമ്മയുമായിട്ട് കൊല്ലപ്പെട്ട ദിനേശിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ സംശയമാണ്. കിരണിന്റെ അമ്മയെ കാണുവാൻ വേണ്ടി ദിനേശൻ ആ വീട്ടിലേക്ക് മിക്ക സമയങ്ങളിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം വരുന്ന വഴിയും അദ്ദേഹം വന്ന് കയറുന്ന സ്ഥലവുമൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചതിന് ശേഷം ദിനേശൻ മരണപ്പെടണം എന്നുറപ്പിച്ചുകൊണ്ട് ഹൈ വോൾട്ടേജ് ആ സ്ഥലത്ത് അദ്ദേഹം പ്രവഹിപ്പിച്ചു. അങ്ങനെ കിരൺ കരുതിയതുപോലെ തന്നെ ദിനേശൻ എത്തുകയും ഷോക്കേറ്റ് വീഴുകയും ചെയ്തു. ഷോക്കടിച്ച് നിലത്തു വീണ ദിനേശന്റെ മരണം ഉറപ്പിക്കുവാൻ വേണ്ടി വീണ്ടും ആ ശരീരത്തിലേക്ക് കിരൺ വൈദ്യുതാഘാതം ഏൽപ്പിച്ചു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. മരണപ്പെട്ട ദിനേശന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയും തുടർന്നുള്ള മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി സംസ്കരിക്കുകയും ചെയ്യുന്ന സമയത്തെല്ലാം കിരൺ അവിടെ ആർക്കും യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് സഹകരിക്കുകയും പോലീസിന്റെ ചോദ്യം ചെയ്യലുകളിലൊക്കെ ആദ്യം വളരെ കൂളായിട്ട് മറുപടി നൽകുകയും ചെയ്തു അത്രേ. മാത്രവുമല്ല, മരണത്തോടുള്ള ബന്ധത്തിൽ കൂട്ടം കൂടി നിന്ന് നാട്ടുകാർ നടത്തിയ പല ചർച്ചകളിലും കിരൺ ദിനേശിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പലരോടും പറഞ്ഞു അത്രേ. അതായത് മരണപ്പെട്ട ദിനേശൻ ഒരു പാവം മനുഷ്യനായിരുന്നു, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് പലരോടും അദ്ദേഹം പറഞ്ഞത് നാട്ടുകാരിപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ കൊലപാതകത്തിൽ കിരണിനൊപ്പം തന്റെ അച്ഛൻ കുഞ്ഞുമോനും പങ്കുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കൊലപാതകം നടത്തിയതിനു ശേഷം കിരൺ തന്റെ അമ്മയെ വിളിച്ചിട്ട് താൻ ദിനേശനെ കൊന്നു എന്നുള്ള വാർത്ത അമ്മയോടും പറഞ്ഞു അത്രേ. കിരണും തന്റെ അച്ഛനും ചേർന്നാണ് ദിനേശന്റെ ശവശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പാടത്തിന്റെ വരമ്പിൽ ഉപേക്ഷിച്ചത്. ദിനേശൻ തന്റെ വീട്ടിൽ വരികയും തന്റെ അമ്മയുമായിട്ട് അടുത്തിടപഴകുകയും ഒക്കെ ചെയ്യുന്നത് പല ആവർത്തി ആ വീട്ടിനുള്ളിൽ വലിയ കലഹത്തിന് കാരണമായിട്ടുണ്ട് എന്നും
അത് നിയന്ത്രിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഒടുവിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന് അയാളെ പ്രേരിപ്പിച്ചത് എന്നുമാണ് പ്രാഥമികമായ വിവരങ്ങൾ അദ്ദേഹം പോലീസിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ പോലീസ് അന്വേഷണങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കിരൺ സംശയിച്ചതുപോലെ തന്റെ അമ്മയും ഈ കൊല്ലപ്പെട്ട ദിനേശനും തമ്മിൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അരുതാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഈ മകൻ കണ്ടിരുന്നോ എന്നുള്ള വാർത്തകളൊന്നും തന്നെ ഇപ്പോൾ കൃത്യമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. ആ വാർത്തകളൊക്കെ അധികം താമസിയാതെ പുറംലോകം അറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2025 എന്ന വർഷത്തിന്റെ ആരംഭ മാസം മുതൽ തന്നെ മലയാളിക്ക് ദുരന്തങ്ങളുടെ പെരുമഴക്കാലം എന്ന് തന്നെ വേണം പറയുവാൻ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കേൾക്കുവാൻ മലയാളി കാത്തിരിക്കുകയാണ്.